ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. IPL ഇതിന് മുന്നിൽ നടന്ന 2 മത്സരങ്ങൾ തുടർന്നിരുന്ന ആ ഒരു പാറ്റേൺ തന്നെ ഇന്നലെയും തുടർന്നു. അതായത് ക്വാളിഫൈ ചെയ്ത ടീമിനെ എലിമിനേറ്റ് ആയ ടീം തോൽപ്പിക്കുക. ഇപ്പോൾ ആദ്യം ഗുജറാത്ത് ടൈറ്റൻസിന് തങ്ങളുടെ ഒരു നമ്പർ 1 സ്പോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത മത്സരത്തിൽ RCBക്ക് ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്താനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു. അവിടെ RCB സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് പരാജയപ്പെട്ടു. ഇന്നലെ അവിടെ പഞ്ചാബ് കിങ്സിന് 19 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇവിടെ ഡൽഹി ക്യാപിറ്റൽസിനോട് 6 വിക്കറ്റുകൾക്കാണ് ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ നമ്മുടെ പഞ്ചാബ് കിങ്സ് പരാജയപ്പെട്ടത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് തുടരുകയാണ്. ഞാൻ ആ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള ടീമുകൾക്ക് ഇനി നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല, അവർക്ക് ആ ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡിൽ കളിക്കാം. എന്നാൽ ക്വാളിഫൈ ചെയ്ത ടീമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ടോപ്പ് 2 സ്പോട്ടിലേക്കുള്ളൊരു മത്സരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വെയിറ്റ് കാണും. എന്നാൽ ബാക്കിയുള്ള ടീമുകൾക്ക് ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ്, അത് ആ ഒരു സീസൺ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിൽ എൻഡ് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടുള്ള 3 മത്സരങ്ങളിലും ക്വാളിഫൈ ചെയ്ത ടീം തോൽക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കുറച്ചുകൂടി വൈഡ് ഓപ്പൺ ആയി ഈ ഒരു ക്വാളിഫിക്കേഷൻ സ്പോർട്സ് ഏതൊക്കെ 4 ടീമുകളാണ് കടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓരോ ടീമും ടോപ്പ് 2ലേക്ക് വരാനുള്ള സാധ്യതകൾ പരിഗണിച്ചപ്പോൾ ഏറ്റവും കുറവ് സാധ്യത മുംബൈ ഇന്ത്യൻസിനായിരുന്നു. കാരണം കുറേ റിസൾട്ട്സ് അവർക്ക് അനുകൂലമായിട്ട് വരണം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിനും ടോപ്പ് 2ൽ ഫിനിഷ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതിനായിട്ട് അവർ പഞ്ചാബിനെ തോൽപ്പിക്കുക, അതുപോലെ തന്നെ ഒന്നുകിൽ ഗുജറാത്ത് ടൈറ്റൻസ് അല്ലെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഈ 2 ടീമുകളൊന്ന് തോൽക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ടോപ്പ് 2ൽ എത്തും. കാരണം ഇവരുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് +1.265 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യം ഇവർക്കുണ്ട്. ഈ ഒരു 2ൽ ഒരു റിസൾട്ട് അവർക്ക് അനുകൂലമായി പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു ക്വാളിഫയർ 1 തന്നെ കളിക്കും. ഇനി നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസി ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും അക്ഷർ പട്ടേൽ ഇൽനസ് കാരണം കളിച്ചില്ല. അത് തീർച്ചയായിട്ടും അവർക്കൊരു തിരിച്ചടിയായിരുന്നു. അവർ ഇന്നലത്തെ മത്സരത്തിൽ ഒരു എക്സ്ട്രാ ബാറ്ററിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ അവരുടെ ബാറ്റിംഗ് യൂണിറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ബോറിലെ കളിച്ചില്ല, പകരം കരുൺ നായർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സദീഖ് ഉള്ളാത്തൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസ് അവരുടെ ടീമിലുണ്ടായിരുന്നു. ഇനി പഞ്ചാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ജോഷ് ഇംഗ്ലീഷ്, മാർക്കസ് സ്റ്റോയിനിസ്, കൈൽ ജേമിസൺ, ഈ 2 പേര് ഈ മത്സരം കളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ജോഷ് ഇംഗ്ലീഷും മാർക്കസ് സ്റ്റോയിനിസും ഈ ഒരു ടീമിലേക്ക് മടങ്ങി വന്നു. ഇനി ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ വിക്കറ്റ് പോയെങ്കിലും, പ്രിയാൻ ഷാരയുടെ വിക്കറ്റ് തുടക്കത്തിലേ പോയെങ്കിലും ആ ഒരു അറ്റാക്കിംഗ് രീതിയിൽ തന്നെയാണ് കളിച്ചത്. ഇപ്പോൾ പവർ പ്ലേ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ 60 റൺസാണ് പഞ്ചാബ് കിങ്സ് എടുത്തത്. അപ്പോൾ 2 വിക്കറ്റാണ് അവർക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടത്. ഇനി പ്രിയാൻ ഷാരി 6 റൺസ് മാത്രം എടുത്ത് പുറത്തായി. അതുപോലെ തന്നെ പവർ പ്ലേയിൽ ഇവർക്ക് ജോഷ് ഇംഗ്ലീസിന്റെ വിക്കറ്റ് നഷ്ടമായി. ജോഷ് ഇംഗ്ലീസ് ഒരു വെരി ക്വിക്ക് കമ്മിയാണ് കളിച്ചത്. 12 പന്തിൽ 32 റണ്ണാണ് ജോഷ് ഇംഗ്ലീസ് എടുത്തത്. അതുപോലെ തന്നെ പ്രസ്മറിന്റെ കാര്യം നോക്കിയാൽ 18 പന്തിൽ 28. ഇപ്പോൾ ഇതിൽ ആ ഒരു പവർ പ്ലേയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് ജോഷ് ഇംഗ്ലീസ് ആണ്. അത് കഴിഞ്ഞ് മിഡിൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ 82 റൺസാണ് എടുത്തത്. ഒരു ഡീസന്റ് ഇതായിരുന്നു. ശ്രേയസ് അയ്യരാണ് ഈ ഒരു മിഡിൽ ഫേസിൽ ഏറ്റവും നന്നായിട്ട് അവർക്ക് വേണ്ടി കളിച്ചത്. 9.11 എന്ന റൺ റേറ്റിലാണ് പഞ്ചാബ് കിങ്സ് മിഡിൽ ഫേസിൽ സ്കോർ ചെയ്തത്. ശ്രേയസ് അയ്യർ 34 പന്തിൽ 53 റൺസ് എടുത്ത് നല്ലൊരു ഇന്നിങ്സ് ആണ് കളിച്ചത്. അപ്പോൾ നെഹാൽ വധേര ആയാലും ശശാങ്ക് സിംഗ് ആയാലും ഈ ഒരു ഫേസിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പോൾ വധേര 16 പന്തിൽ 16, ശശാങ്ക് സിംഗ് 10 പന്തിൽ 11, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു ഇന്നിങ്സ് മുന്നോട്ട് പോയത്. ഇനി നമ്മൾ ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവസാനത്തെ 5 ഓവറിൽ അവർ 64 റൺസ് എടുത്തു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് മാർക്കസ് സ്റ്റോയിനിസിന്റെ ഒരു ഫിനിഷിംഗ് ഇന്നിങ്സ് ആണ്. ആ ഒരു ബ്ലിറ്റ്സ് കൊണ്ടാണ് ഇവർ ഒരു 200+ ടോട്ടൽ എത്തിയത്. സ്റ്റോയിനിസ് 16 പന്തിൽ 44 റൺസ് എടുത്തു. ഇപ്പോൾ സ്റ്റോയിനിസിന്റെ ക്യാച്ച് തുടക്കത്തിലെ വിട്ട് കളഞ്ഞിരുന്നു, മോഹിത് ശർമ്മ വിട്ട് കളഞ്ഞിരുന്നു. സ്റ്റോയിനിസ് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ക്യാച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് മിസ് ചെയ്തത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. അപ്പോൾ അതൊക്കെ അവരുടെ സീസണിനെ കാര്യമായിട്ട് ഇമ്പാക്ട് ചെയ്യുകയും ചെയ്തു. ഇന്നലത്തെ മത്സരത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാച്ച് മിസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 30-40 റൺസിന്റെ ഡിഫറൻസ് തന്നെ ഉണ്ടാക്കി. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു 275 സ്ട്രൈക്ക് റേറ്റിലാണ് സ്റ്റോയിനിസ് കളിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇവരുടെ ടോട്ടൽ 206 റൺസ് എടുത്തു. ഇനി നമ്മൾ ഡൽഹിയുടെ ബോളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്തഫിസ് റഹ്മാനാണ് പിക്ക് ഓഫ് ദി ബോളേഴ്സ്. 4 ഓവറിൽ 33 റൺസ് കഴിഞ്ഞ് 3 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ വിപ്രജും കുൽദീപ് 2 വിക്കറ്റ് എടുത്തു. മുകേഷ് കുമാർ 1 വിക്കറ്റാണ് എടുത്തത്. മോഹിത് ശർമ്മ എക്സ്പെൻസീവ് ആയിരുന്നു. ഇനി നമ്മൾ ഡൽഹിയുടെ ചേസിലേക്ക് വരുമ്പോൾ ഇവർക്ക് നല്ല തുടക്കം തന്നെയാണ് കിട്ടിയത്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ ഇപ്പോൾ തുടക്കത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ, പവർ പ്ലേയിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ രാഹുലിനോ ഡുപ്ലസിക്കോ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വീണ്ടും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് തന്നെ എത്തിയ രാഹുൽ നല്ലൊരു തുടക്കമാണ് ഡൽഹിക്ക് നൽകിയത്. ഇവർ പവർ പ്ലേയിൽ എടുത്തത് 61 റൺസാണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. മറ്റേവർ 60 എടുത്തപ്പോൾ ഇവർ 61 റൺസ് എടുത്തു. 1 വിക്കറ്റ് മാത്രമേ ഇവർക്ക് നഷ്ടപ്പെട്ടുള്ളൂ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാഫ് ഡു പ്ലസി 15 പന്തിൽ 23 റൺസ് എടുത്ത് പുറത്തായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കരുൺ നായർ വന്നു. ഇപ്പോൾ കരുൺ നായർ ഈ സീസണിൽ ആദ്യം കളിച്ച കളി മുംബൈക്കെതിരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഫെയിലായി. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ വീണ്ടും ഒരു നല്ല നോക്ക് കരുൺ നായർ കളിച്ചു. ഇപ്പോൾ കരുൺ നായർ 27 പന്തിൽ 44 റൺസാണ് എടുത്തത്. KL രാഹുൽ 21 പന്തിൽ 35. ഇനി നമ്മൾ ഇവരുടെ മിഡിൽ ഫേസ് നോക്കിയാൽ ഒരു ഡിഫറൻസ് വന്നത് മിഡിൽ ഫേസിലാണ്. കാരണം ഓൾമോസ്റ്റ് ഈക്വലായി പോയെങ്കിലും ഒരു 12 റൺസിന്റെ ഡിഫറൻസ് ഈ ഒരു മിഡിൽ ഫേസിൽ വന്നു. അതാണ് ക്രൂഷ്യൽ ആയത്. കാരണം ഈ ഒരു മത്സരം
ഈ ഒരു മത്സരത്തിന്റെ വിധി തീരുമാനിക്കപ്പെട്ടത് അവസാന ഓവറിലാണ്. അപ്പോൾ ഈ ഒരു ഫേസിൽ വന്ന ഒരു 12 റൺസിന്റെ ഡിഫറൻസ് ആണ് ആ ഒരു ഡിഫറൻസ് ആയിട്ട് വന്നത്. 94 റൺസാണ് ഒരു മിഡിൽ ഫേസിൽ എടുത്തത്. റൺ റേറ്റ് എന്ന് പറയുന്നത് 10.44. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട പ്രകടനം കരുൺ നായരെ പോലെ തന്നെ സമീർ റിസ്വിയാണ് ഈ മാച്ചിന്റെ ഹീറോ എന്ന് പറയുന്നത്. കാരണം സമീർ റിസ്വിയുടെ ആദ്യത്തെ 50 IPL ആദ്യത്തെ 50 മികച്ച രീതിയിൽ കളിക്കുകയും ചെയ്തു. ആ മത്സരം ക്ലോസ് ഔട്ട് ചെയ്യുകയും ചെയ്തു. 25 പന്തിൽ 58 റൺസ്, 3 4 5 6 അടക്കമാണ് സമീർ റിസ്വി എടുത്തത്. ഒരു ആസ്കിംഗ് റേറ്റ് ഒരുപാട് മുമ്പോട്ട് പോവാതെ കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറി അടിച്ചുകൊണ്ട് ബൗണ്ടറി കണ്ടെത്തിക്കൊണ്ട് സമീർ റിസ്വി വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ഇന്നിങ്സ് പേസ് ചെയ്തു. എബോവ് 200 സ്ട്രൈക്ക് റേറ്റിലാണ് ഇന്നിങ്സ് തീർത്തതും. അപ്പോൾ കരുൺ നായറിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞ് പിന്നെ സ്റ്റബ്സ് വന്നു. സ്റ്റബ്സ് ഒരു സപ്പോർട്ടിംഗ് റോളാണ് സമീർ റിസ്വിക്ക് കളിച്ചത്. അപ്പോൾ വളരെ മികച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ സമീർ റിസ്വി തന്നെയാണ് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. വെൽ ഡിസേർവ്ഡ് ആണ്. കാരണം 58 റൺസ് മാത്രമേ എടുത്തുള്ളെങ്കിലും ഈ മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു സമീർ റിസ്വിയുടേത്. ആ ഒരു മിഡിൽ ഫേസിലും റൺ റേറ്റ് കുറച്ചില്ല. അതുപോലെ തന്നെ അവസാനം കൂടുതൽ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കുകയും മത്സരം ക്ലോസ് ഔട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഫോം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിക്ക് അടുത്ത സീസണിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫൈൻഡ് തന്നെ ആയിരിക്കും സമീർ റിസ്വി എന്ന് പറയുന്നത്. നേരത്തെ CSKക്ക് വേണ്ടി കളിച്ച താരമാണ്. അവിടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. അപ്പോൾ തനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ തീർച്ചയായിട്ടും തിളങ്ങാൻ കഴിയുമെന്നൊരു പ്രഖ്യാപനം കൂടിയാണ് സമീർ റിസ്വിയുടേത്. അപ്പോൾ ഈ മത്സരത്തിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കം പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ വൈഡ് ഓപ്പൺ ആയി. ഇനിയിപ്പോൾ 4 ടീമിനും, അതായത് ഇപ്പോൾ പ്ലേ ഓഫിന് ഓൾറെഡി യോഗ്യത നേടിക്കഴിഞ്ഞ 4 ടീമുകളായ GT, പഞ്ചാബ്, നമ്മുടെ മുംബൈ ഇന്ത്യൻസ്, RCB, ഈ 4 ടീമുകൾക്കും ഒരു ടോപ്പ് 2 സ്പോട്ടിന് സാധ്യതയുണ്ട്. ഇനി ആകെ ഒരു 4 മത്സരങ്ങൾ കൂടിയേ നമ്മുടെ ഈ ഒരു ലീഗ് ഫേസിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പ് 2 സ്പോട്ട് അറിയാൻ ഏറ്റവും അവസാനത്തെ മത്സരം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.